Hi all, welcome to Chemagila Field the Chemistry. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി സയന്റിഫിക് അസിസ്റ്റന്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ളത്. അതിന്റെ പാർട്ട് 2 ആണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. 10 ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇന്ന് 15 ക്വസ്റ്റ്യൻ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ടേം സിമ്പിൾ ഓഫ് ലിഥിയം ആറ്റമാണ്. ഓപ്ഷൻ 1s0, 2s1/2, 2s1, 3s1. അപ്പോൾ എന്താണ് ഈ ടേം സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടേം സിമ്പിൾ അല്ലെങ്കിൽ അറ്റോമിക് ടേം സിമ്പിൾ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോണിക് സ്റ്റേറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളെ ക്വാണ്ടം നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ആറ്റത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ടേം സിമ്പിൾ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ റസൽ സോണ്ടർ കപ്ലിംഗ് ആണ് അവിടെ നടക്കുന്നത്. അതുപോലെ ഈ ടേം സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു ആറ്റത്തിലുള്ള ട്രാൻസിഷൻസ് ഒക്കെ പറയുന്നത്. ഇപ്പോൾ ടേം സിമ്പിൾ രണ്ട് ടൈപ്പിലുണ്ട്. അറ്റോമിക് ടേം സിമ്പിൾ ഉണ്ട്, മോളിക്കുലർ ടേം സിമ്പിൾ ഉണ്ട്. അപ്പോൾ രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇന്ന് നമ്മൾ ജസ്റ്റ് അറ്റോമിക് ടേം സിമ്പിൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അറ്റോമിക് ടേം സിമ്പിളിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്, 2s+1 Lj. അപ്പോൾ ഇതാണ് നമ്മൾ ടേം സിമ്പിളിന്റെ ജനറൽ ഫോർമുല. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് L കണ്ടുപിടിക്കണം, J വാല്യൂ കണ്ടുപിടിക്കണം, ക്യാപിറ്റൽ S കണ്ടുപിടിക്കണം. ഇത്രയും വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടേം സിമ്പിൾ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എസ് എന്ന് പറയുന്നത് ടോട്ടൽ സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. അതായത് നമ്മൾ സ്പിൻ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയില്ലേ, എസിന്റെ വാല്യൂസ് എന്തൊക്കെയാണ്, +1/2 -1/2 ആണ്. അപ്പോൾ അത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ടോട്ടൽ എന്ത് കിട്ടും, ഒരു വാല്യൂസ് കിട്ടും. അതാണ് ടോട്ടൽ സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ആണ്. അത് സ്മോൾ എല്ലിന്റെ സമ്മാണ്. അതായത് സ്മോൾ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 എന്ന് പറഞ്ഞാൽ അത് എസിനെ റെപ്രസെന്റ് ചെയ്യും, എസ് ഓർബിറ്റലിനെ റെപ്രസെന്റ് ചെയ്യും. 1 എന്ന് പറയുന്നത് പി ഓർബിറ്റൽ, അതുപോലെ 2 എന്ന് പറയുന്നത് ഡി, 3 എന്ന് പറയുന്നത് എഫ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോൺ എവിടെയാണോ ഉള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ വാല്യൂസ് ആണ് എല്ലിന് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് അങ്ങനെ സമ്മപ്പ് ചെയ്ത് കിട്ടുന്ന ക്യാപിറ്റൽ എല്ലിന്റെ വാല്യൂ എന്താണ്, ഈ SPDF തന്നെയാണ്. പക്ഷെ എന്താ ഒരു വ്യത്യാസമുണ്ട്, നമ്മൾ സ്മോൾ എല്ലിൽ എടുക്കുമ്പോൾ സ്മോളും ക്യാപിറ്റൽ എല്ലിന് ക്യാപിറ്റലും ആണ്. അപ്പോൾ നമ്മൾ ടേം സിമ്പിൾ ഒരിക്കലും എന്ത് വരില്ല, സ്മോൾ ലെറ്റർ വരില്ല, എല്ലാം ക്യാപിറ്റൽ ലെറ്റർ മാത്രമായിരിക്കും ഉണ്ടാവുക. അതായത് ക്യാപിറ്റൽ എല്ലിന്റെ വാല്യൂസ് ജനറേറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ആണ്. അപ്പോൾ നമ്മൾ ടേം സിമ്പിൾ എപ്പോഴും എന്തായിരിക്കും, ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും ഉണ്ടാവുക. ഇനി J എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ ആണ്. അപ്പൊ നമുക്ക് ക്യാപിറ്റൽ എസും ക്യാപിറ്റൽ എല്ലും കിട്ടിക്കഴിഞ്ഞാൽ ജെക്ക് L+S to L-S മോഡുലസ് ആണ്. അപ്പോൾ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കാര്യം കൂടി ഓർക്കുക, ജെക്ക് എന്തില്ല, നെഗറ്റീവ് വാല്യൂ ഇല്ല. അപ്പൊ L+S തൊട്ട് L-S വരെ ജെക്ക് വാല്യൂ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, അതിൽ നിന്ന് ചൂസ് ചെയ്യുന്ന സമയത്ത് റൂൾ ഉണ്ട്. ആ റൂളിൽ ബേസ് ചെയ്തിട്ട് ഏത് J വാല്യൂ എടുക്കണമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ലിഥിയം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും, 1s2, 2s1 വരും. പിന്നെ നമ്മൾ ടേം സിമ്പിൾ എഴുതുമ്പോൾ എപ്പോഴും ഔട്ടർ ഇലക്ട്രോൺ മാത്രമേ കൺസിഡർ ചെയ്യേണ്ടതുള്ളൂ, ഫിൽഡ് ആയിട്ടുള്ള ഇന്നർ ഇലക്ട്രോൺസ് കൺസിഡർ ചെയ്യേണ്ടതില്ല. അപ്പോൾ നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ, 2s മാത്രമേ കൺസിഡർ ചെയ്യേണ്ടൂ. 2sൽ എത്രയേ ഉള്ളൂ, ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇനി എസിന്റെ വാല്യൂ എന്താ, ഒറ്റന്നേ ഉള്ളൂ. അപ്പോൾ ഇത് എന്താണ്, മുകളിലോട്ടാണ് ഉള്ളത്. അപ്പൊ നമ്മൾ +½ എടുക്കണം. +½ എടുത്തു. അപ്പോൾ ടോട്ടൽ എസ് എന്ത് വരും, ഒറ്റന്നല്ലേ ഉള്ളൂ. അപ്പൊ എന്താ, അത് തന്നെയാണ് വാല്യൂ. അപ്പോൾ ക്യാപിറ്റൽ എസിന്റെ വാല്യൂ 1/2 തന്നെ വരും. ഇനി 2s+1 കണ്ടുപിടിക്കണം. 2s+1ന്റെ വാല്യൂ എന്ത് വരും, 2 × 1/2 + 1 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 2. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഒരു സൈഡ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, എല്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ എല്ല് ഇതെന്ന് പറഞ്ഞാൽ എസ് ഓർബിറ്റലാണ്. എസ് ഓർബിറ്റലിന്റെ വാല്യൂ എത്രയാണ്, 0 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കൂട്ടാനൊന്നും ഇല്ല, കാരണം ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. അപ്പൊ ക്യാപിറ്റൽ എല്ലിന്റെ വാല്യൂ എന്തായിട്ട് വരും, 0 തന്നെ വരും. കാരണം എന്താ, സമ്മപ്പ് ചെയ്യുമ്പോൾ 0 തന്നെ കിട്ടും. ആ 0 എന്ന് പറയുന്നത് ഏത് ടേമിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, എസ് എന്നുള്ള ടേമിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ടേമും കിട്ടി. അതായത് എന്ത്, 2s+1 കിട്ടി, ഈ എല്ലിന് പകരം എന്ത് കിട്ടി, എസ് എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, J വാല്യൂ കൂടി കണ്ടുപിടിക്കണം. അപ്പൊ J വാല്യൂ എന്ന് പറയുന്നത് രണ്ടും ഒറ്റ വാല്യൂസേ ഉള്ളൂ. അപ്പൊ നമുക്ക് കൂട്ടാനും കുറക്കാനും ഒന്നുമില്ല. അതായത് എസിന്റെ വാല്യൂ 1/2 ആണ്, എല്ലിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ L+S എന്ന് പറഞ്ഞാലും 1/2 ആണ്, L-S എന്ന് പറഞ്ഞാലും 1/2 ആണ്. അപ്പൊ ആകെ എന്ത് വാല്യൂ ഉള്ളൂ, 1/2 എന്നുള്ളൊരു ഒറ്റ വാല്യൂ ഉള്ളൂ. ഇനി നമ്മൾക്ക്
2s+1 എത്ര കിട്ടി? 2 കിട്ടി. L എത്ര കിട്ടി? Lന്റെ വാല്യൂ അല്ലെങ്കിൽ L എന്ന് പറയുന്ന ടേം S ആയിട്ട് വന്നു, J എന്ന് പറയുന്നത് 1/2 ആയിട്ട് വന്നു. ഇനിയാണ് നേരത്തെ പറഞ്ഞ റൂള്, അതായത് ജെക്ക് L+S തൊട്ട് L-S വരെ എടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ഹയർ വാല്യൂ ഓഫ് J ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്, ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ലോവർ വാല്യൂ ആണ് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിട്ട് എടുക്കുക. അത് ആ ഒരു റൂള് മാത്രമേ ഓർക്കേണ്ടതുള്ളൂ. മോർ ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ഹയർ ജെ, ലെസ് ദാൻ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ ലോവർ ജെ. നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു ഫോമിലോട്ട് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ വാല്യൂസ് എല്ലാം എഴുതാം. അപ്പൊ എന്ത് വരും? 2s 1/2. അപ്പൊ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി 2s 1/2. എല്ലാവർക്കും ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ വന്നിട്ട് അത് ചോദിക്കാവുന്നതാണ്. എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യം പറയുന്നതാണ്. ക്ലാസ് എന്തായാലും എടുക്കും, അല്ല നിങ്ങൾക്ക് ഒരു എക്സസൈസ് പോലെ ചെയ്യണമെങ്കിൽ ചെയ്യാം. നെക്സ്റ്റ്, optical rotation and circular dichroism together are known as cotton effect, ORD, Frank-Condon principle, stack effect. അപ്പോൾ നമ്മുടെ ഈ സർക്കുലർ ഡൈക്രോയിസം എന്ന് പറയുന്നത് ഡൈക്രോയിസം ഓഫ് സ്പിൻ ആംഗുലർ മൊമെന്റം ആണ്. അതായത് നമ്മളെ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ഒക്കെ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഈ CD എന്ന് പറയുന്നത്. അപ്പം അതിൽ ഇത് റെപ്രസെന്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ പോളറൈസ്ഡ് ലൈറ്റിന് 2 പാർട്ട് ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് സർക്കുലറും റൈറ്റ് ഹാൻഡ് സർക്കുലറും ഉണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് ഒരു ഫോട്ടോണിന്റെ സ്പിൻ ആംഗുലർ മൊമെന്റത്തിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് അപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അതാണ് സർക്കുലർ ഡൈക്രോയിസം എന്ന് പറയുന്നത്. അതേപോലെ ഒപ്റ്റിക്കൽ ഡിസ്പേർഷൻ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സബ്സ്റ്റൻസിന്റെ വേവ് ലെങ്ത് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷനിൽ ഉണ്ടാകുന്ന വേരിയേഷനെ പറയുന്നതാണ് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 എഫക്റ്റും ഏതുമായിട്ട് ബന്ധപ്പെട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കോട്ടൺ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒപ്റ്റിക്കൽ റൊട്ടേഷന് സർക്കുലർ ഡൈക്രോയിസും, അതായത് ആ ഒരു അബ്സോർപ്ഷൻ ബാൻഡിൽ ഉണ്ടാകുന്ന അതിന്റെ ചേഞ്ചിനെ പറയുന്നതാണ് കോട്ടൺ എഫക്റ്റ്. അപ്പോൾ നമ്മൾ ആൻസർ കോട്ടൺ എഫക്റ്റ് ആണ്. ഇനി ബാക്കിയുള്ളത് കൂടി നോക്കാം. ORD അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ റൊട്ടേറ്ററി ഡിസ്പേർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വേവ് ലെങ്ത്, ലൈറ്റിന്റെ വേവ് ലെങ്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒപ്റ്റിക്കൽ റൊട്ടേഷനിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ ജനറലായിട്ട് യൂസ് ചെയ്യുന്നത് മെറ്റൽ കോംപ്ലക്സിന്റെ കോൺഫിഗറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫ്രാങ്ക്-കോണ്ടൺ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അത് വൈബ്രോണിക് ട്രാൻസിഷന്റെ ഇന്റൻസിറ്റിനെ റെപ്രസെന്റ് ചെയ്യും. ആ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുമ്പോൾ ഒരു വൈബ്രേഷൻ ലെവലിൽ നിന്ന് വേറൊരു വൈബ്രേഷൻ ലെവലിലേക്ക് പോകണമെങ്കിൽ ആ 2 വൈബ്രേഷൻ ലെവൽ തമ്മിലൊരു ഓവർലാപ്പ് വേണം. എന്നാലും മാത്രമേ എന്തുള്ളൂ ആ ഒരു വൈബ്രേഷൻ ലെവലിൽ ട്രാൻസിഷൻ നടക്കുള്ളൂ എന്നാണ് ഫ്രാങ്ക്-കോണ്ടൺ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇനി അടുത്ത് സ്റ്റാക്ക് എഫക്റ്റ് ആണ്. സ്റ്റാക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്ന ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്റ്റാർക്ക് ഇഫക്റ്റ്. അപ്പൊ സ്റ്റാർക്ക് ഇഫക്റ്റ് പറയുന്ന കൂട്ടത്തിൽ തന്നെ പറയേണ്ട ഒരു ടേമും കൂടി ഉണ്ട്, അതാണ് സീമാൻ എഫക്റ്റ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ നമ്മൾ സീമാൻ എഫക്റ്റ് എന്നും കൂടി പറയും. അപ്പം നമ്മുടെ ആൻസർ കോട്ടൺ എഫക്റ്റ് ആണ്. അപ്പം ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ്, the intensity of spectral line depends on relative population of rotational level, degeneracy of rotational level, both 1 and 2, none of this. അപ്പോൾ ഇത് നമ്മൾ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ സെലക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഒരു റൊട്ടേഷണൽ ലെവലിൽ ട്രാൻസിഷൻ പോസിബിൾ ആവണമെങ്കിൽ അതിൻ്റെ ഡെൽറ്റ ജെ വാല്യൂ +or-1 ആയിരിക്കണം. അപ്പോൾ ജെ എന്ന് പറയുന്നത് റൊട്ടേഷണൽ ക്വാണ്ടം നമ്പർ ആണ്. അതുപോലെ തന്നെ പോപ്പുലേഷൻ ഓഫ് ദി സ്റ്റേറ്റ്, അതിനെ കൂടി നമ്മൾ ഇന്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അത് 2 ലെവൽസ് ഉണ്ടാകും. ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിലോട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അവിടെ 2 ലെവൽ തമ്മിലുള്ള പോപ്പുലേഷന്റെ റേഷ്യോ എന്ന് പറയുന്നത് അത് തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആയിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ എല്ലാവരും ഓർത്ത് വെക്കുക. N_upper/N_lower എന്ന് പറയുന്നത് G × E⁻∆E/kT. K എന്ന് പറയുന്നത് എന്താ? ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ആണ്. T എന്ന് പറയുന്ന ടെമ്പറേച്ചർ ആണ്. G എന്ന് പറയുന്നത് ഡീജനറസി ആണ്. ഡീജനറസിന്റെ വാല്യൂ 2J+1 ആണ്. അപ്പോൾ ഇത് സ്പെക്ട്രോസ്കോപ്പി എടുക്കുമ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. എന്താണ് ഇന്റൻസിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? റിലേറ്റീവ് പോപ്പുലേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡീജനറസിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ആൻസർ എന്താണ്? ബോത്ത് 1 and 2. അടുത്ത ക്വസ്റ്റ്യൻ, ദ സിമെട്രിക് ടോപ്പ് മോളിക്യൂൾ ഹാവ്
2 moment of inertia equal and third different, all 3 moment of inertia are equal, 3 are different, none of these. അപ്പോൾ ഈ സിമെട്രിക് മോളിക്യൂൾ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഒരു മോളിക്യൂൾ, അതായത് നമ്മൾ ഈ പമ്പരം കറക്കുന്നില്ലേ അതുപോലത്തെ മോളിക്യൂൾസ് നമ്മൾ പറയുന്ന പേരാണ് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്, CH3F എന്നുള്ള ഒരു മോളിക്യൂള്. ഇനി ഞാൻ ഇതിൻ്റെ ആക്സിസ് അല്ലെങ്കിൽ XYZ ആക്സിസ് ആണ് ഇപ്പോൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ ആക്സിസിലൂടെ എന്തുണ്ടാവും, ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ ഉണ്ടാവും. അപ്പോൾ ഈ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്നത് എന്താ, നമുക്കിപ്പം ഈ ഒരു മോളിക്യൂളിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര എഫേർട്ട് എടുക്കണം, അതാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ ഒരു ആക്സിസ് മുകളിലോട്ടില്ല, ഇപ്പോൾ നമ്മൾ സെഡ് ആക്സിസ് ആണെന്ന് വിചാരിച്ചാൽ അതിലുള്ളതാണ് IA എന്നുള്ള ഒരു മൊമെന്റ് ഓഫ് ഇനേഷ്യ. പിന്നെ അതുപോലെ Y ആക്സിസ് നോക്കിക്കഴിഞ്ഞാൽ IB, അതുപോലെ X ആക്സിസ് നോക്കിക്കഴിഞ്ഞാൽ IC. അതായത് 3 ആക്സിസിലൂടെയുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് ഇപ്പോൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ IA, IB, IC എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും, ഈ 2 മൊമെന്റ് ഓഫ് ഇനേഷ്യ പോകുന്നത് ഏത് ഭാഗത്തോട്ടാണ്, ഹൈഡ്രജൻ എന്നുള്ള ഭാഗത്തോട്ടാണ്. അപ്പോൾ രണ്ടും എന്താണ്, ഈക്വൽ ആണ്. പക്ഷെ IA എന്തല്ല, ഈക്വൽ അല്ല, കാരണം അവിടെയുള്ള ആറ്റം എന്താ, ഡിഫറെന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സാധനത്തിന് നമ്മൾ ഒബ്ലേറ്റ് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് എന്ന് പറയും. അപ്പോൾ ഒബ്ലേറ്റിന്റെ കണ്ടീഷൻ എന്ന് വെച്ചാൽ IB ഈക്വൽ ടു IC ആണ്, പക്ഷെ IAനെക്കാളും എന്തായിരിക്കും, ആ വാല്യൂ കൂടുതലായിരിക്കും. ഇതാണ് ഒബ്ലേറ്റ് സിമെട്രിക് ടോപ്പ് മോളിക്യൂളിന്റെ എക്സാമ്പിൾ. അതുപോലെ തന്നെ അടുത്തത് നമ്മൾ പറയുകയാണെങ്കിൽ BF3 ആണ്. BF3 എന്താണ്, ഒരു സിമെട്രിക് ടോപ്പ് മോളിക്യൂൾ ആണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോറോണും ആ 3 ഫ്ലോറിനും ഒരു പ്ലെയിനിലാണ്. അപ്പോൾ അതിന്റെ എബോവ് ദ പ്ലെയിൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ റൊട്ടേറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ അതിനെ സിമെട്രിക് ടോപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ ഞാൻ ആക്സിസ് വരയ്ക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ, ഈ IB, IC ഉള്ളത് പ്ലെയിനിലാണ്, IA എന്ന് പറയുന്നത് എന്താ, മുകളിലോട്ടാണ്. അപ്പോൾ അവിടെ എന്താണ്, ഡിഫറെന്റ് ആണ്. അപ്പോൾ ഇതിന് ഇങ്ങനെയുള്ള മോളിക്യൂൾ നമ്മൾ പ്രൊലേറ്റ് സിമെട്രിക് ടോപ്പ് എന്ന് പറയും. അപ്പോൾ IA എന്തായിരിക്കും, കൂടുതലായിരിക്കും IB ആൻഡ് ICനെക്കാളും. അതാണ് കണ്ടീഷൻ. അപ്പോൾ ഒബ്ലേറ്റും പ്രൊലേറ്റും തമ്മിലുള്ള ഡിഫറൻസ് കൂടി മനസ്സിലാക്കുക വിത്ത് എക്സാമ്പിൾസ്. ഇനി നമ്മളെ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താ, IBയും IC ഈക്വൽ, അത് 2 ഈക്വൽ ആണ്, ഒന്ന് ഡിഫറെന്റ് ആണ്. അത് കൂടാം കുറയാം, അത് വെച്ചിട്ട് അതിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഒബ്ലേറ്റും പ്രൊലേറ്റും. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിട്ട് വരും, 2 മൊമെന്റ് ഓഫ് ഇനേഷ്യ ഈക്വൽ ആൻഡ് തേർഡ് ഈസ് ഡിഫറെന്റ്. 15th question, the vibrating stretching frequency of a diatomic molecule depends on force constant, masses of 2 atoms, both 1 and 2, none of these. അപ്പോൾ ഇത് നമ്മുടെ എവിടെ വരും, നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്ന ഒരു ടേം എന്ന് പറഞ്ഞാൽ 1/2π√K/μ എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, K എന്ന് പറയുന്നതിനെയാണ് ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്, μ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസ്, അതായത് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ M1 M2 / M1 + M2. അപ്പോൾ റെഡ്യൂസ്ഡ് മാസിനെയും ഫോഴ്സ് കോൺസ്റ്റന്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഇക്വേഷൻ തന്നെ മനസ്സിലാക്കും. അപ്പോൾ എന്താ ആൻസർ എന്താ, ബോത്ത് 1 and 2. Next, identify the spectra correspond to frequency 15,000 centimeter inverse, visible, UV, NMR, microwave. അപ്പോൾ ഇവിടെ നമുക്ക് സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് തന്നിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ എന്താ, വേവ് നമ്പർ ആണ്. അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഫ്രീക്വൻസിയിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താ, വെലോസിറ്റി ബൈ വേവ് ലെങ്ത്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻറ്റു വേവ് നമ്പർ എന്ന് എഴുതാം. ന്യൂ ഈക്വൽ ടു C/λ, അല്ലെങ്കിൽ ന്യൂ ഈക്വൽ ടു C × ന്യൂ ബാർ. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീക്വൻസി ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഇവിടെ സെന്റിമീറ്റർ തന്നുകൊണ്ട് ലൈറ്റിന്റെ വേവ് ലെങ്ത് നമ്മൾ എന്ത് ചെയ്യണം, സെന്റിമീറ്ററിൽ തന്നെ എടുക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാ, 4.5 × 10⁻14 കിട്ടി. ഇനി നമ്മൾ ടേബിൾ നോക്കാം. അപ്പോൾ ഈ ടേബിൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കണം, കാരണം ഈ റേഞ്ച് നമുക്ക് അറിഞ്ഞിരിക്കണം, എന്നാലും മാത്രമേ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 4.5 × 10⁻14 ആണ്. അതേത് റേഞ്ചിൽ വരും, വിസിബിൾ റീജിയനിലാണ് വരിക, കാരണം വിസിബിളിന്റെ റേഞ്ചാണ് 4 × 10⁻14 to 7.5 × 10⁻14 എന്ന് പറയുന്നത്. അപ്പോൾ ഈ റീജിയനിലാണ് ആര് വരുന്നത്, ഈ ഒരു പർട്ടിക്കുലർ വേവ് നമ്പർ വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ, വിസിബിൾ. Next, 17th question, Raman lines on the low frequency side of excitation frequency are called stock line, anti-stock line, Rayleigh line, none of these. അപ്പോൾ ഈ രാമൻ ലൈൻസ് വരുന്നത്, അതായത് നമ്മൾ സിമെട്രി ആയിട്ടുള്ള കോമ്പൗണ്ട്സിന്റെ IR ആക്റ്റീവ് ആണെങ്കിൽ രാമൻ ഇനാക്റ്റീവ് ആണെന്ന് പറയും. അപ്പോൾ ഈ 3 ലൈൻ എന്താന്ന് പറയാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്
ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് തന്നെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അതിനെ റിലേ സ്കാറ്ററിംഗ് എന്ന് പറയും. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്, അതായത് എക്സൈറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്നത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ടാണെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയും. അതേപോലെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റ് ചെയ്തിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ടേക്ക് വരുന്നതിന് ആന്റി സ്റ്റോക്ക് രാമൻ സ്കാറ്ററിംഗ് എന്നും കൂടി പറയും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. റിലേ സ്കാറ്ററിംഗ് ഇവിടെ വരും, അതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് സ്റ്റോക്ക് വരിക, ആന്റി സ്റ്റോക്ക് റൈറ്റ് സൈഡിൽ വരും. ഫ്രീക്വൻസി അങ്ങോട്ടേക്ക് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ച ലോ ഫ്രീക്വൻസി ഏതാണെന്നാണ്, സ്റ്റോക്ക് ലൈനാണ് ലോ ഫ്രീക്വൻസി. നെക്സ്റ്റ്, the shift of an absorption maxima toward longer wavelength is known as hypsochromic effect, bathochromic effect, hypochromic effect, hypochromic effect. അപ്പോൾ ഇത് മൂന്നെണ്ണം ഒരേപോലെ ഉണ്ട് പേര്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഹിപ്സോക്രോമിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ടർ വേവ് ലെങ്ത്തിലോട്ട് പീക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ പറയുന്നതാണ്. ഷോർട്ടർ ആയതുകൊണ്ട് തന്നെ അതെന്താ ബ്ലൂ ഷിഫ്റ്റ് ആണെന്ന് പറയാം. ലെഫ്റ്റ് സൈഡിലാണ് ബ്ലൂ വരിക. അപ്പോൾ ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അബ്സോർപ്ഷൻ എന്തെയ്യുന്നു ലോങ്ങർ വേവ് ലെങ്ത്തിലോട്ടേക്ക് മാറുന്നു. അതിനെ നമ്മൾ റെഡ് ഷിഫ്റ്റ് എന്ന് പറയും. ഹൈപ്പർ ക്രോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സോർബൻസ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ഹൈപ്പർ ക്രോമിക്. അതേപോലെ ഹൈപ്പോ എന്ന് പറയുന്നത് അബ്സോർബൻസ് ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എന്താണ് ഹൈപ്പറും ഹൈപ്പോയും അബ്സോർബൻസിനെ ബേസ് ചെയ്തിട്ടും ഹിപ്സോയും ബാത്തോയും ഇത് വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താ? ബാത്തോക്രോമിക് എഫക്റ്റ് ആണ് നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പം ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. എല്ലാ ക്വസ്റ്റ്യനിലും കണ്ടിട്ടുണ്ട്, കാരണം ആ പേരിലുള്ള സിമിലാരിറ്റി വെച്ച് അധികം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ മോസ് ബൈ സ്പെക്ട്രോസ്കോപ്പി ദ മെയിൻ ഹൈപ്പർഫൈൻ ഇന്ററാക്ഷൻസ് ആർ ഐസോമർ ഷിഫ്റ്റ്, ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ്, ന്യൂമാൻ സീമാൻ, ന്യൂക്ലിയർ സീമാൻ സ്പ്ലിറ്റിംഗ്, ഓൾ. അപ്പോൾ ഈ മോസ് ബൈ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് മെയിനായിട്ട് ഒരു അയണിലാണ് നമ്മൾ അധികം എക്സാമ്പിൾസ് ഒക്കെ പറയുന്നത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോണിൻ്റെ ക്ലൗഡിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് കൊണ്ട് ആണ് മോസ് ബൈ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ മോസ് ബൈ സ്പെക്ട്രം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്പെക്ട്രോസ്കോപ്പി എടുക്കുമ്പോൾ പറയും. ജസ്റ്റ് ഈ ഫാക്ടേഴ്സ് എല്ലാം ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഐസോമർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എസ് ഇലക്ട്രോൺസ്, അതായത് ഒരു ആറ്റത്തിന് എസ് ഇലക്ട്രോൺസ് ഉണ്ടാകും. ആ എസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഒരു കൊളംബിക് ഇന്ററാക്ഷൻ വഴി ന്യൂക്ലിയർ എനർജി ലെവൽസിൽ അതിൻ്റെ എനർജി ലെവൽസ് എന്ത് ചെയ്യും? ഓൾട്ടർ ചെയ്യും. അപ്പോൾ നമ്മുടെ സോഴ്സും ഒരു അബ്സോർബറും നമുക്ക് ഉണ്ടാവും. അതായത് സോഴ്സിൽ നിന്ന് നമ്മൾ എനർജി കൊടുത്തു കഴിഞ്ഞ് ആ സാധനമാണ് പിന്നെ എക്സൈറ്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ സോഴ്സും അബ്സോർബേഴ്സും കൂടിയിട്ട് ഉണ്ടാവുന്ന അതിൽ ഒരു എസ് ഇലക്ട്രോണിൻ്റെ എൻവയോൺമെൻറ്റിൽ ഒരു ഡിഫറൻസ് ഉണ്ടാകുന്ന സമയത്ത് ആ ഹോൾ സ്പെക്ട്രത്തിനെ നമുക്ക് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് എന്ത് ഐസോമർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ന്യൂക്ലിയയിൻ്റെ ക്വാണ്ടം നമ്പർ ഹാഫിനേക്കാളും കൂടുതലായിരിക്കണം. അങ്ങനെയുള്ള കേസിൽ മാത്രമേ ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് നടക്കുള്ളൂ. അതായത് ഹൈഡ്രജനെല്ലാം ഐ എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് ഉണ്ടാവേണ്ട ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ആംഗുലർ ക്വാണ്ടം നമ്പർ ഐ എന്ന് പറയുന്നത് ഹാഫിനേക്കാളും കൂടുതലായിരിക്കണം. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നോൺ സ്പെറിക്കൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സിമെട്രി ഇല്ലാത്ത ഒരു സിമെട്രിക് ആയിട്ടുള്ള ഒരു സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ ആ പീക്ക് എന്താണെന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ആയിട്ട് പോകും. അത് 1 ഉള്ള 2 ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് പോകും. അതിനെ പറയുന്നതാണ് നമ്മളെന്ത് ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എനർജി ലെവൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ് ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ്. അപ്പോൾ ഈ ഐസോമർ ഷിഫ്റ്റും ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ് ബെയറിൽ കണ്ടുവരുന്ന ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ്. അതുപോലെ നമ്മൾ കുറച്ച് മുന്നേ സീമാൻ സ്പ്ലിറ്റിംഗ് എന്താണെന്ന് പറഞ്ഞു. എന്തായിരുന്നു സീമാൻ സ്പ്ലിറ്റിംഗ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ എഫക്റ്റിൽ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെ നമ്മൾ പറയാം. അപ്പോൾ അത് മൂന്നും എന്താണ് ഈ മോസ് ബെയറിലത്തെ ഹൈപ്പർഫൈൻ ഇന്ററാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഓപ്ഷൻ ഓൾ ആണ് കറക്റ്റ്. നെക്സ്റ്റ്, നാച്ചുറലി ഒക്കറിംഗ് ഡൈ ഇൻഡിഗോ, മലക്കൈറ്റ് ഗ്രീൻ, അനിലിൻ യെല്ലോ, മീഥൈൽ ഓറഞ്ച്. ഇൻഡിഗോ ആണ്, ബാക്കിയെല്ലാം സിന്തറ്റിക് ആണ്. ആൻ ആന്റി മലേറിയ ഡ്രഗ് ക്ലോറാംഫെനിക്കോൾ, പാമാക്വിൻ, ഇക്വാനിൻ, വെറോണാൾ. അപ്പോൾ ക്ലോറാംഫെനിക്കോൾ എന്ന് പറയുന്ന ഒരു ആന്റിബയോട്ടിക് ആണ് ബാക്ടീരിയൽ ഇൻഫെക്ഷന് യൂസ് ചെയ്യുന്നത്. പാമാക്വിൻ ആണ് ആന്റി മലേറിയ ഡ്രഗ്. അപ്പോൾ അതാണ് ഓപ്ഷൻ കറക്റ്റ് ആൻസർ. ഇക്വാനിൽ എന്ന് പറയുന്നത് ആങ്സൈറ്റി നെർവസ്നെസ്സിനെല്ലാം യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ ആണ്. വെറോണോൾ എന്ന് പറഞ്ഞാൽ ഹിപ്നോട്ടിക് ആൻഡ് സഡക്റ്റീവ് ആണ്. അതിനെ ബാർബിറ്റാൽ എന്നും കൂടി പറയും.
അടുത്തത് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സ്പീഷീസ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ഇഫ് ഇറ്റ് ഈസ് ടെട്രാറ്റോമിക്, ട്രയറ്റോമിക്, ഡയറ്റോമിക് ആൻഡ് മോണോറ്റോമിക്. അപ്പോൾ ഈ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഇന്റേണൽ എനർജിനെ ടെമ്പറേച്ചർ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് വോളിയം കിട്ടും. നമ്മൾ എൻതാൽപ്പി ടെമ്പറേച്ചർ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് കപ്പാസിറ്റി ആയിട്ട് കോൺസ്റ്റന്റ് പ്രഷർ കിട്ടും. അപ്പം ഹീറ്റ് കപ്പാസിറ്റി പറഞ്ഞാൽ എനർജി ബൈ ടെമ്പറേച്ചർ ആണ്. അപ്പോൾ മോണോ അറ്റോമിക് ഗ്യാസിന്റെ കേസിൽ അതിന് എന്ത് മാത്രമേ ഉള്ളൂ, ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മാത്രമേ ഉള്ളൂ. അതിലെന്തില്ല, റൊട്ടേഷനും ഇല്ല, അതേപോലെ വൈബ്രേഷനും ഇല്ല. അപ്പം അങ്ങനെയുള്ള കേസിൽ മാത്രം ഹീറ്റ് കപ്പാസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ, 0 അല്ല, ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ആയിരിക്കും. അതുപോലെ ബാക്കി എല്ലാത്തിന്റെ കേസിലും ഈ CV എന്ന് പറയുന്നത് ടെമ്പറേച്ചർ വെച്ചിട്ട്, അതായത് ബാക്കി ഡയറ്റോമിക്, ട്രയറ്റോമിക്, ടെട്രാറ്റോമിക്, പോളിയറ്റോമിക്കിന്റെ എല്ലാം കേസിൽ എന്താ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. പക്ഷെ മോണോ അറ്റോമിക്കിന് മാത്രം ട്രാൻസ്ലേഷൻ ഡിഗ്രീസ് മാത്രം ഉള്ളത് കൊണ്ട് തന്നെ അതിലെന്താ, ഇൻഡിപെൻഡന്റ് ഓഫ് ടെമ്പറേച്ചർ ആയിരിക്കും. അപ്പൊ ആൻസർ മോണോ അറ്റോമിക്. അടുത്ത ക്വസ്റ്റ്യൻ, ഗോൾഡ് നമ്പർ ഗിവ്സ് എ നമ്പർ ഓഫ് ഗോൾഡ് ആറ്റം പെർ present in 1 gram of gold. Number of gold atom required to coagulate 1 gram of colloidal solution. The number of gold atom per present in 1 gram of gold alloy. None of this. അപ്പോൾ ഇതൊന്നും അല്ല നമ്മളെ ഗോൾഡ് നമ്പർ എന്ന് പറയുന്നത്. ഗോൾഡ് നമ്പർ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ മില്ലിഗ്രാം ഓഫ് പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് വിച്ച് പ്രിവെന്റ് the coagulation of 10 ml of standard hydro gold salt. On coagulation, it changes to red to blue, which is prevented by a protective layer of 1 ml 10% sodium chloride solution. അതായത് നമ്മൾ എന്താണ് ഗോൾഡ് നമ്പർ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് കൊളോയിഡിന്റെ എമൗണ്ടിനെ പറയുന്ന പേരാണ്. അത് ഈ ഒരു, അതായത് ഇതിൽ കറക്റ്റ് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 10 ml ഓഫ് സ്റ്റാൻഡേർഡ് ഹൈഡ്രോ ഗോൾഡ് സോളും വേണം, അതുപോലെ തന്നെ 1 ml ഓഫ് 10% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ. ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഗോൾഡ് നമ്പർ എന്ന് നമ്മൾ പറയുള്ളൂ. അപ്പോൾ ആ ഡെഫിനിഷൻ ഒന്ന് പഠിച്ചു വെക്കുക. Which of the following is incorrect? Chemiabsorption is caused by bond formation. Chemiabsorption does not extend beyond monolayer. It is reversible and it increases with the increase in temperature. അപ്പോൾ കെമിസോപ്ഷനും ഫിസിസോപ്ഷനും അറിയാം. അപ്പോൾ കെമിസോപ്ഷൻ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ബോണ്ട് ഫോർമേഷൻ വഴിയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ അതിന് എന്ത് ചെയ്യാം, മൾട്ടി ലെയർ ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ടെമ്പറേച്ചർ കൂടുമ്പം അബ്സോർപ്ഷൻ കൂടും, അതൊക്കെ കറക്റ്റാണ്. പക്ഷേ കെമി അബ്സോർപ്ഷൻ എന്തല്ല, റിവേഴ്സിബിൾ അല്ല, അത് ഇറവേഴ്സിബിൾ ആണ്. അതാണ് അതിലത്തെ ഇൻകറക്റ്റ് ആൻസർ. Reversible adiabatic expansion of an ideal gas is an example of isoenthalpic, isoentropic, isothermal and isobaric process. അപ്പോൾ അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് എൻ്റർ ചെയ്യുകയും ചെയ്യില്ല, സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് ലീവ് ചെയ്യുകയും ചെയ്യില്ല. അങ്ങനെയുള്ള പ്രോസസ്സ് നമ്മൾ പറയുന്ന പേരാണ് അഡിയബാറ്റിക് പ്രോസസ്. അപ്പോൾ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതെന്തായിരിക്കും, എൻട്രോപ്പി ചേഞ്ചിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അപ്പോൾ എൻട്രോപ്പി ചേഞ്ച് ഇല്ലാത്ത, അതായത് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ, എൻട്രോപ്പി ഒന്നുണ്ടാവില്ല, ചേഞ്ച് ഉണ്ടാവില്ല. അതായത് റിവേഴ്സിബിൾ അഡിയാബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഒരു ഐസോ എൻട്രോപ്പിക് പ്രോസസ്സാണ്. എൻട്രോപ്പി എന്തായിരിക്കും, എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതിനെയാണ് ഐസോ എൻട്രോപ്പിക് പ്രോസസ് എന്ന് പറയുന്നത്. ഐസോ എൻതാൽപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ΔH എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ജൂൾ തോംസൺ എഫക്റ്റ് ഒക്കെ എന്താ, ഐസോ എൻതാൽപിക് പ്രോസസ്സാണ്. ഐസോതെർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഐസോബാരിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആൻസർ എന്താ, ഐസോ എൻട്രോപ്പിക് പ്രോസസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 15 ക്വസ്റ്റ്യൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പി സെപ്പറേറ്റ് സെക്ഷനായിട്ട് ക്ലാസ് എടുക്കുന്നതായിരിക്കും. വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, കാരണം ഇലക്ട്രിസിറ്റി പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ വന്ന് പറയാം. അല്ലെങ്കിൽ കെമ്പ് അഖിലത്തിന് ഫേസ്ബുക്ക് പേജും ഫേസ്ബുക്ക് ഗ്രൂപ്പും ഉണ്ട്, അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഡിലേ ആവുന്ന സമയത്ത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ പേജിൽ പോസ്റ്റ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ഏകദേശം 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ബയോമോളിക്യൂൾസും സ്പെക്ട്രോസ്കോപ്പിക്കും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്.
തെർമോഡൈനാമിക്സും ഒക്കെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കൂടി ഒന്ന് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ബ്രോഡ് കൺസെപ്റ്റിൽ നിന്ന് കുറച്ചും കൂടി നാരോ ആയിട്ട് നിങ്ങളെ സിലബസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് കുറച്ച് സ്വയം എന്ത് ചെയ്യുക, ഓരോ ടോപ്പിക്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും, വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ. അപ്പോൾ എന്താണ്, വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.